എൻ്റെ പേര് ഡൊമിനിക് മുരിയൻകാവുങ്കൽ. ഞങ്ങൾ ഇരുവരും ഒരുമിച്ച് കോളേജിൽ പ്രീ ഡിഗ്രിക്കും ഡിഗ്രിക്കും പഠിച്ച ശേഷം ഒരുമിച്ച് ഒരേ ദിവസം 1995 ജൂൺ 18 കുറിച്ചി മൈനർ സെമിനാരിയിൽ ചേർന്നവരാണ്. അന്നോട്ട് വളരെ വ്യക്തിപരമായ വളരെ അടുത്ത ആത്മബന്ധമുള്ളവരാണ് കോളേജ് പഠനകാലത്തെ ഞങ്ങൾ. അതുകൊണ്ട് തുടർന്ന് കർത്താവിനെ അടുത്ത് അനുഗമിക്കാനായി സെമിനാരിലേക്ക് ചേരുമ്പോഴും ആ സന്തോഷമുണ്ടായിരുന്നു. ഞങ്ങളെന്നും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് പരസ്പരം. ഇപ്പോഴും അത് അഭിമാനത്തോടുകൂടെ ഓർക്കുകയാണ്. അദ്ദേഹം എന്നും എനിക്കൊരു സപ്പോർട്ടായിരുന്നു. ഞാൻ തിരിച്ചും പറ്റുന്നത് പോലെയൊക്കെ എന്നും എനിക്ക് സെമിനാരിയിൽ നിന്ന് അദ്ദേഹം ആലുവയിലേക്കാണ് കുറിച്ചിയിലെ പഠനശേഷം പോയത്. ഞാൻ മടവാതൂരേക്കും പോയി. അന്ന് തന്നെ പറഞ്ഞാൽ ഞങ്ങൾ ബാച്ചിൽ മൂത്തവരായതുകൊണ്ട് ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ചേർന്നവരായിരുന്നതുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ച് വിടുകയില്ല, രണ്ട് സെമിനാരികളിലായിരിക്കണം മുതിർന്നവരായിരുന്നുവെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഒത്തിരി ഒരു സങ്കടം തോന്നി. പിന്നെ ഞങ്ങളെ റെക്ടറച്ചൻ ഒരുക്കുമായിരുന്നു ആ ഒരു അകൽച്ചയ്ക്ക്. എങ്കിലും അതിന് ശേഷമാണെങ്കിലും അവിടെ ആയിരുന്നപ്പോഴും അദ്ദേഹം എപ്പോഴും കത്തുകളിലൂടെ അന്ന് കിട്ടുന്ന ധ്യാനത്തിൻ്റെ ചിന്തകൾ പോലും കത്തുകളിലൂടെ എനിക്ക് എഴുതുന്നത് എൻ്റെ ഓർമ്മയിലുണ്ട്. അതുപോലെ ഞാൻ തിരിച്ചും മറുപടി കൊടുക്കുമ്പോൾ ഇവിടെ കിട്ടുന്ന ധ്യാന ചിന്തകൾ, നല്ല ധ്യാന ടോക്കുകളുടെ ചിന്തകളൊക്കെ ആ ഒരു ബന്ധം അദ്ദേഹം റീജൻസി ഞങ്ങൾ ഒരുമിച്ച് ഫിലോസഫിക്ക് ശേഷം ഇവിടെ അരമനയിലുണ്ടായിരുന്നു. 6 മാസം അദ്ദേഹം ഉള്ളായിരുന്നു. അതിനുശേഷം പോയി കഴിഞ്ഞ് റോമിൽ വെച്ചു ഇത് തുടർന്നു. അതുപോലെ വിശുദ്ധ ആഴ്സിൽ ജോൺ മരിയ വിയാനിയുടെ അടുത്തൊക്കെ അച്ഛൻ ഫ്രഞ്ച് പഠിക്കാനായി ഫ്രാൻസിൽ ലിയോൺസിൽ ചെന്നപ്പോൾ അവിടെ കിട്ടിയ അനുഭവങ്ങൾ എനിക്ക് കുറിച്ചയച്ചത് വരികൾ തെറ്റാതെ ഇന്ന് ഞാൻ ഓർത്തിരിക്കുന്നുണ്ടെന്നുള്ളതാണ്. അന്ന് എന്നെ ഓർമ്മിപ്പിച്ച ഒരു പ്രധാന കാര്യം ഞാൻ എന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത്, മിസ്റ്റർ ജോൺ മരിയ വിയാനി ദാരിദ്ര്യത്തെ വല്ലാതെ സ്നേഹിച്ച ഒരു വിശുദ്ധനാണ്, നമുക്കറിയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിശുദ്ധ കുർബാനയ്ക്ക് അദ്ദേഹം അണിഞ്ഞിരുന്ന വസ്ത്രങ്ങൾ, ചെരുപ്പ്, കാസപീലാസ ഇതൊക്കെ ഏറ്റവും ഉയർന്ന ഗുണങ്ങൾ, ക്വാളിറ്റി ഉള്ളതായിരുന്നു. പക്ഷേ സ്വന്തം വ്യക്തി ജീവിതത്തിൽ ഉപയോഗിച്ച കാര്യങ്ങൾ വളരെ ലളിതം. ഈ കുറിപ്പ് അദ്ദേഹം അയച്ചത് എനിക്ക് ഓർമ്മിക്കുന്നു. പിന്നീട് ഒരുമിച്ച് ഇരുവരും ആഴ്സിൽ പിന്നീട് പോയി. ഞാൻ ഫ്രാൻസിൽ പഠിക്കുന്ന കാലത്ത് ഒരുമിച്ച് അവിടെ കുർബാന അർപ്പിച്ച് മരിയ വിയാനി അർപ്പിച്ച അതേ സ്ഥലത്ത് അൾത്താരയിൽ. അതൊക്കെ വലിയൊരു അനുഭവമായിരുന്നു എനിക്ക്. എന്നും എൻ്റെ പൗരോഹിത്യത്തിലെ പ്രചോദനവും ബലവുമായി എൻ്റെ കുടുംബത്തിൽ വളരെ അടുത്ത സുഹൃത്താണ്. വീട്ടുകാർക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഞങ്ങൾ എന്ത് പ്രശ്നങ്ങൾ വന്നാലും പങ്കുവയ്ക്കുന്നത് ഞങ്ങൾ ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് കുടുംബത്തിൽ. അതുപോലെ അച്ഛൻ്റെ മാതാപിതാക്കൾ എൻ്റെ മാതാപിതാക്കളെ പോലെ തന്നെ എനിക്ക് പ്രിയപ്പെട്ടവരാണ്. ഇന്നും ആ വീട്ടിലൊക്കെ പോയിട്ടാണ് ഞാൻ വരുന്നത്. അത്രയും അടുപ്പമുണ്ട്. എല്ലാ അഭിമാനത്തോടെ ഓർക്കുന്നു. ഞാൻ ഒരു കരം മുത്താൻ ആഗ്രഹിച്ച എൻ്റെ ഒരു സഹോദരനായിരുന്നു അദ്ദേഹം. അത് ഇന്ന് യാഥാർത്ഥ്യമാവുകയായിരുന്നു. ഇവിടെ ആ മോതിരം ചുംബിച്ച് സഭയിൽ ഇടയ ശുശ്രൂഷയിലേക്ക് സ്ലീഹന്മാരുടെ പിൻഗാമിയായി അദ്ദേഹം ഉയർത്തപ്പെടുമ്പോൾ, തുടർന്ന് ഇനിയും കർദിനാളും ഒക്കെ ആയിട്ട് ഉയർത്തപ്പെടുമ്പോൾ ആ സന്തോഷം എനിക്ക് 10 മടങ്ങ് വർദ്ധിക്കുന്ന ഒരു അനുഭവമാണ്. ഒത്തിരി അഭിമാനത്തോടുകൂടെ നെഞ്ചേറ്റുന്നു. എന്നും എൻ്റെ കുർബാനയിലും പ്രാർത്ഥനയിലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ലിജിയച്ചൻ എന്നാണ് ഞങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പം നിയുക്ത കർദിനാൾ കൂവക്കാട് മോൺസിഞ്ഞോർ ജോർജ് കൂവക്കാട് ഉണ്ടായിരിക്കും. അവരുറപ്പാണ് ഞങ്ങളുടെ ബന്ധത്തിൻ്റെ ഊഷ്മളതയെ നിർണ്ണയിക്കുന്നതുമെന്ന്. പരസ്പരം പ്രാർത്ഥനയിൽ എന്നും ഉണ്ട് ഞങ്ങൾ. പിന്നെ മെസ്സേജിലൂടെയൊക്കെ കൈമാറും, പരസ്പരം ഇൻസ്പിറേഷൻ കൊടുക്കുകയും അദ്ദേഹം എനിക്ക് ഒത്തിരിയേറെ മാർപ്പാപ്പയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാണേലും പഠിപ്പിക്കും. എങ്ങനെയാണ് സഭയിൽ കാര്യങ്ങൾ നടക്കുന്നത്, നമ്മുടെ കൗതുകങ്ങളൊക്കെ അതിനൊക്കെ മറുപടി നൽകും. അങ്ങനെ ഞാനൊരു കൊച്ചുകുട്ടിയെ പോലെ അദ്ദേഹത്തിൽ നിന്നെല്ലാം ശ്രവിക്കാനും ഇഷ്ടപ്പെടുന്നു. അപ്പോൾ എല്ലാറ്റിനും ദൈവത്തിന് മുമ്പിൽ, സഭയുടെ മുമ്പിൽ ഒക്കെ നന്ദിയോടെ കരങ്ങൾ കൂപ്പുന്നു. മാർപ്പാപ്പായെ ഈ വ്യക്തിത്വത്തിലൂടെ, ഈ ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോർജ് അച്ഛനിലൂടെ സഭയ്ക്കും ആഗോള സഭയ്ക്കും പ്രത്യേകിച്ച് സിറോ മലബാർ സഭയ്ക്കും ചങ്ങനാശ്ശേരി അതിരൂപതയും ഒക്കെ നൽകിയ ഈ വലിയ ഒരു കൃപയുടെ വലിയ ഉയർത്തലിന് ഞങ്ങൾ പ്രത്യേകമായിട്ട് നന്ദി പറയുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.